തിരുവനന്തപുരത്ത് ചികിത്സയിൽ കഴിയുന്ന മുൻ മുഖ്യമന്ത്രി വി.എസ്. അച്യുതാനന്ദന്റെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു എന്നതാണ് ഇപ്പോഴത്തെ ഏറ്റവും പുതിയ വിവരം. വി.എസിന്റെ ആരോഗ്യം മെച്ചപ്പെട്ടു വരുന്നതായും മരുന്നുകളോട് പ്രതികരിക്കുന്നതായും മകൻ അരുൺകുമാർ അറിയിച്ചിട്ടുണ്ട്. അതൊരു ആശ്വാസം നൽകുന്ന, ഏറ്റവും സന്തോഷം നൽകുന്ന കാര്യം തന്നെയാണ്. മാനസ നമ്മളോടൊപ്പം തിരുവനന്തപുരത്ത് ചേരുകയാണ് അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയുടെ വിവരങ്ങൾ പങ്കുവയ്ക്കാനായി. മാനസ, മകൻ അരുൺകുമാർ പറഞ്ഞതനുസരിച്ച് അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയിൽ നേരിയ മാറ്റമുണ്ട്, മരുന്നുകളോട് പ്രതികരിച്ചു തുടങ്ങിയിട്ടുണ്ട്. അത് ഏറ്റവും ആശ്വാസം നൽകുന്നതാണ്. ഏതായാലും ഇന്നിപ്പോൾ പുതിയ മെഡിക്കൽ ബുള്ളറ്റിൻ വന്നിട്ടില്ല, പക്ഷേ എങ്കിൽ പോലും നിലവിൽ നമുക്കറിയാൻ പറ്റുന്ന കാര്യങ്ങൾ എന്താണ്? മനു, കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് മുൻ മുഖ്യമന്ത്രിയായ വി.എസ്. അച്യുതാനന്ദനെ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചത്. ഏതായാലും അപകടനില തരണം ചെയ്യുന്ന രീതിയിലേക്കാണ്, അതായത് കഴിഞ്ഞ ദിവസം മകനാണ് ഇക്കാര്യം അറിയിച്ചത്, സോഷ്യൽ മീഡിയയിലൂടെയായിരുന്നു അറിയിച്ചത്. അപകടനില തരണം ചെയ്ത് അച്ഛൻ തിരികെ വരും എന്ന് തന്നെയാണ് മകൻ പോസ്റ്റിലൂടെ കുറിച്ചത്. മാത്രമല്ല, ഗുരുതര സാഹചര്യങ്ങളൊക്കെയും തന്നെ ഉണ്ടായിരുന്നു, എന്നാൽ മരുന്നുകളോടൊക്കെയും തന്നെ ഇപ്പോൾ അദ്ദേഹം പ്രതികരിച്ചു വരുന്നുണ്ട്. അത് ഏറെ ആശ്വാസകരമായ ഒരു കാര്യം കൂടിയാണ്. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ഇത്തരത്തിൽ ആരോഗ്യനിലയിൽ യാതൊരുവിധ മാറ്റവുമില്ലാതെ തുടരുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. 72 മണിക്കൂർ നീണ്ട ഡയാലിസിസ് കഴിഞ്ഞു. അതിനുശേഷം കഴിഞ്ഞ ദിവസം ഉച്ചയോടെ സ്ഥിതി ഒന്നുകൂടി വളരെ മോശമാകുന്ന രീതിയിലേക്ക് പോയിരുന്നു. പിന്നീടാണ് MRI സ്കാനിങ് ചെയ്തതിന് ശേഷമാണ് ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി ഉണ്ട് എന്ന്, അതോടൊപ്പം തന്നെ മരുന്നുകളോട് അദ്ദേഹം പ്രതികരിക്കുന്നു എന്ന വാർത്തയും പുറത്തു വരുന്നത്. അതോടുകൂടി ഏറെ ആശ്വാസകരമായ ഒരു വാർത്ത തന്നെയാണ് അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതിയെ സംബന്ധിച്ചിടത്തോളം കേരളം കേട്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാത്രിയോടെ മകൻ ഇക്കാര്യം ഫേസ്ബുക്കിലൂടെയും കുറിച്ചതോടെ ആളുകൾക്കും ഏറെ ആശ്വാസകരമായ ഒരു സ്ഥിതിയാണ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. മാത്രമല്ല, വിദഗ്ധ സംഘം തന്നെയാണ് ഇദ്ദേഹത്തിന്റെ ആരോഗ്യനില പരിശോധിച്ച് വരുന്നത്. ഒപ്പം തന്നെ എല്ലാ ദിവസവും മെഡിക്കൽ ബോർഡ് ചേരുന്നുണ്ട്. മെഡിക്കൽ ബോർഡ് ചേരുന്നതിന് മുന്നോടിയായി തന്നെ അദ്ദേഹത്തിന്റെ ആരോഗ്യനില പരിശോധിച്ചതിന് ശേഷം മാത്രമാണ് മെഡിക്കൽ ബോർഡ് ചേരുന്നത്. പിന്നീടാണ് സ്ഥിതിഗതികൾ വിലയിരുത്തിയുള്ള ഒരു മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തിറക്കുന്നത്. ഇന്നത്തെ സ്ഥിതിഗതികൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഇതുവരെയുള്ള, അതായത് കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് ശേഷം തൊട്ട് ഈ മെഡിക്കൽ ബുള്ളറ്റിൻ വരുന്നത് വരെയുള്ള സ്ഥിതിഗതികൾ എന്തൊക്കെയാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ വരും മെഡിക്കൽ ബുള്ളറ്റിൻ തന്നെയാണ് വ്യക്തമാവുക. ഏതായാലും നിലവിൽ ഈ മരുന്നുകളോടൊക്കെയും തന്നെ അദ്ദേഹം പ്രതികരിച്ചു വരുന്നു എന്നുള്ളതാണ് പുതുതായി ലഭിക്കുന്ന വിവരം. അതോടൊപ്പം തന്നെ എല്ലാ നേതാക്കളും, പ്രതിപക്ഷ നേതാക്കളും, അതോടൊപ്പം തന്നെ പാർട്ടി നേതാക്കളും, മുഖ്യമന്ത്രി, അതോടൊപ്പം തന്നെ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ തുടങ്ങിയ എല്ലാവരും തന്നെ ആശുപത്രിയിലെത്തി അദ്ദേഹത്തിന്റെ സ്ഥിതിഗതികൾ വിലയിരുത്തുന്നുണ്ട്. ആരോഗ്യനിലയിൽ പുരോഗതി അതൊക്കെ തന്നെ അന്വേഷിച്ച് വരുന്നുണ്ട്. ഏതായാലും മരുന്നുകളോട് പ്രതികരിച്ചു തുടങ്ങി എന്ന് തന്നെയാണ് ഏറ്റവും പുതുതായി ലഭിക്കുന്ന വിവരം. മനു.